ഹലോ പ്രിയമുള്ളവരെ, ഇന്നൊരു ഇലക്ട്രോണിക് ഷോപ്പിൽ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ്. വളരെ കൂടുതൽ പ്രചാരത്തിലോടുന്ന എയർ ഫ്രയറിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാരണം ഞാൻ അറിയുന്ന പലരും ഇത് വീട്ടിൽ വെച്ച് വെറുതെ വെച്ചിരിക്കുകയാണ്. പേടി മാത്രമാണ് അതിൻ്റെ കാരണം. ഇതൊരു പ്രത്യേക ബ്രാൻഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. മറ്റെല്ലാ അവനുകളെ പോലെയും ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ഉപയോഗിച്ച് ചൂടാക്കി ആ ചൂടായ എയർ ഒരു ഫാനിൻ്റെ സഹായത്തോടു കൂടി എല്ലാ ഭാഗത്തും എത്തിച്ച് കുക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ് എയർ ഫ്രയറിൽ ഉപയോഗിക്കുന്നത്. എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന എല്ലാത്തരം ഭക്ഷണ സാധനങ്ങളും എയർ ഫ്രയറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രൈ ഉപയോഗിക്കുക വഴി 80 തൊട്ട് 90% വരെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുവഴി ശരീരത്തിലുണ്ടാകുന്ന ദോഷകരമായ ട്രാൻസ് ഫാറ്റിൻ്റെയും സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെയും അളവുമൊക്കെ പകുതിയോളം കുറയ്ക്കാൻ സാധിക്കുന്നു. ഇനി ക്യാൻസർ സാധ്യതയുണ്ടോ? ഇന്ന് വരെ അങ്ങനെ ഒരു ശാസ്ത്രീയ തരങ്ങൾ നമുക്ക് തെളിയിച്ചിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ കേട്ടിരിക്കാം അക്രിലാമൈഡ് എന്നൊരു കാഴ്സനോജനെക്കുറിച്ച്. ഇതുണ്ടാക്കുന്നത് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഉയർന്ന തോതിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം കുക്ക് ചെയ്യുമ്പോൾ അത് ഓയിലാണെങ്കിലും അവനിലായാലും പ്രത്യേകിച്ച് കരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷവസ്തുവാണ്. ഉദാഹരണത്തിന് നമ്മുടെ പൊട്ടറ്റോ, ഫ്രഞ്ച് ഫ്രൈസ്. ഇത് എന്തിലുണ്ടാക്കുന്നു എന്നതിനല്ല, എത്ര ചൂടിൽ എത്ര നേരം നമ്മൾ കുക്ക് ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംശയം മാറിയല്ലോ. നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.